ഇനി നമുക്ക് ധോലാസനം ചെയ്യാം. ധോലാസനത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ കൈ രണ്ട് നല്ല ബലപ്പെടുത്തുന്നു, കാലുകളെ ബലപ്പെടുത്തുന്നു, പിന്നെ നമുക്ക് അടിവയറ് കുറയ്ക്കുന്നു, അടിവയറിലൊക്കെ ഉള്ള രക്തസംക്രമണം കൂട്ടുന്നു, നല്ല ബ്ലഡ് സർക്കുലേഷൻ വരുന്നു, ദഹനശക്തി കൂട്ടുന്നു. ദഹനശക്തി കൂട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ല ചെയ്യേണ്ടത് കേട്ടോ. എല്ലാം എംപ്റ്റി സ്റ്റൊമക്കിൽ യോഗായോ ആസനാസനങ്ങളെല്ലാം എംപ്റ്റി സ്റ്റൊമക്കിലാണ് ചെയ്യേണ്ടത്. വെളുപ്പിനെ ബ്രഹ്മമുഹൂർത്തം മുതൽ വൈകുന്നേരം 8:30 വരെ എംപ്റ്റി സ്റ്റൊമക്കിൽ എപ്പം വേണേലും നമുക്ക് യോഗ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തല കിഴക്കോട്ടോ വടക്കോട്ടോ തിരിച്ചു വെക്കണം. കിഴക്കോട്ട് തിരിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാണിക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ നമ്മൾ കമന്ന് കിടക്കണം. കൈകൾ രണ്ടും മുന്നോട്ട് നീക്കി വെക്കണം. കാലുകൾ കൈകളുടെ അത്ര കൈകൾ അകത്തി മുന്നോട്ട് വെച്ചിരിക്കുന്ന അതേ വിധത്തിൽ ഏകദേശം കാലുകളും വെക്കണം. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കാലും കൈയും ഒന്നിച്ച് പോക്കണം. അങ്ങനെ കിടക്കാൻ പറ്റുന്നിടത്തോളം നേരം കിടക്കുക. എന്നിട്ട് പതുക്കത്താണ് 1 സെക്കൻഡ് കിടക്കുക. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കമന്ന് കിടന്ന് ചെയ്യുന്നതിൻ്റെ റിലാക്സേഷൻ പോസ് ആയ മകരാസനത്തിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കമന്ന് കിടന്ന് ചെയ്യുന്ന യോഗയും കഴിഞ്ഞാൽ മകരാസനത്തിൽ പോകണം. ഓരോന്നും ചെയ്തിട്ട് മകരാസനത്തിന് പോകണ്ട, ഒരു സെറ്റ് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം 3 എണ്ണം അത്രയും ചെയ്തിട്ട് മകരാസനത്തിൽ പോകാം. അടുത്ത ദിവസം 5 പ്രാവശ്യം ചെയ്തിട്ട് മകരാസനത്തിൽ പോകണം. ഓക്കെ.